മാന്ത്രികത്തിൽ കഴിഞ്ഞ വാരം മന്ത്രദീക്ഷ എടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഈ വാരം എങ്ങനെ നമുക്ക് മന്ത്രസിദ്ധി നേടിയെടുക്കുവാൻ കഴിയും, അതിനുവേണ്ടി എങ്ങനെയെല്ലാം ആ ജപസിദ്ധി ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പരിചയപ്പെടാം. മന്ത്രജപം തുടങ്ങുന്നതിന് മുമ്പായി കുളിച്ച് ശരീരശുദ്ധി വരുത്തണം എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും തന്നെ അറിയാവുന്നതാണ്. അസ്നാദശ്ച പുമാന്നർഹു ജപ ഹോമാദി കർമ്മസു എന്നാണ് സ്മൃത്യർത്ഥസാരം പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ജപാദി കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ കുളിച്ച ശേഷമേ അല്ലെങ്കിൽ കുളിച്ച വ്യക്തിക്ക് മാത്രമേ ജപഹോമാദി കർമ്മങ്ങൾ ചെയ്യുവാൻ അർഹതയുള്ളൂ എന്നുള്ളതാണ്. ഗൗണ സ്നാനത്തിന് ശേഷവും ഈ ജപാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാമെന്ന് ഭട്ടകമലാചാര്യൻ തുടങ്ങിയ ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. അതെന്തായാലും ശരി, താൻ ശരീരശുദ്ധി വരുത്തിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കുന്ന ഉത്തമ ബോധ്യത്തോടുകൂടി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് സാധകൻ മന്ത്രജപം തുടങ്ങണം. എന്തിനാണ് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം, സൂര്യൻ പ്രത്യക്ഷ ദൈവമാകിയാൽ സൂര്യന് അഭിമുഖമായിട്ട് വേണം മന്ത്രജപം തുടങ്ങാൻ എന്നാണ് ആചാര്യന്മാർ വിധിച്ചിരിക്കുന്നത്. കാലത്ത് കിഴക്കോട്ടും സായാഹ്നത്തിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരിക്കണമെന്നുള്ള വിധി ഇതിനെ പിന്താങ്ങുന്നു. കിഴക്കോട്ട് എന്ന പോലെ തന്നെ വടക്കോട്ടും തിരിഞ്ഞിരിക്കാമെന്നും പറയുന്നതിൻ്റെ അർത്ഥം മന്ത്രദ്രഷ്ടാക്കളായ മഹർഷി ശ്രേഷ്ഠന്മാരുടെ ആവാസ സ്ഥലത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. മുഹമ്മദീയർ ഈശ്വര പ്രാർത്ഥനയ്ക്കായി തിരിഞ്ഞു നിൽക്കുന്ന ദിക്ക് കിബ്ല എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ, അതായത് മുഹമ്മദീയർ ഒരു രാഷ്ട്രീയ ജനതയായി രൂപപ്പെടുന്നതിന് മുൻപ് യഹൂദന്മാർക്കും ക്രിസ്ത്യന്മാർക്കും വിശിഷ്ട സ്ഥലമായിരുന്ന ജെറുസലേമത്തെയാണ് ഇവർ കിബ്ലയായി കൈക്കൊണ്ടിരുന്നത്. ഈശ്വരൻ പ്രവാചകന്മാരിലൂടെ സ്വന്തം ആജ്ഞകളെ, ഈശ്വരൻ്റെ ആഗ്രഹങ്ങളെ ധാരമുറിയാതെ പ്രചരിപ്പിച്ചു പോരുന്നു എന്നുള്ളതായിരിക്കുന്ന തത്വത്തെയാണ് കിബ്ല സൂചിപ്പിക്കുന്നത്. അപ്പോൾ മന്ത്രജപം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം എന്ന് പറയും പോലെ തന്നെ ഇന്നതിന്മേൽ ഇരുന്നിട്ട് വേണം, ഇന്നതിന്മേൽ പാടില്ല എന്നും വിധിയുണ്ട്. കൃഷ്ണാജിനം വ്യാഘ്രചർമ്മ കൗശേയം എന്ന് തുടങ്ങുന്ന പ്രമാണപ്രകാരം കൃഷ്ണമൃഗത്തിൻ്റെ തോല്, പുലിത്തോല്, പട്ട്, ചൂരൽ സാമാനം, ആട്ടിൻതോല്, കമ്പിളി തുടങ്ങിയവ ആസനമായി ഉപയോഗിക്കാവുന്നതാണ്. മുളയോ കല്ലോ മരമോ പുല്ലോ തളിരോ ഇവ കൊണ്ട് ഉണ്ടാക്കിയതായ ആസനങ്ങളും വെറും നിലവും ദാരിദ്ര്യത്തെയും രോഗാദി ദുഃഖത്തെയുമാണത്രേ പ്രദാനം ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഓരോന്നിലും ഇരുന്ന് ജപിച്ചാലുള്ള ഫലത്തെയും ആചാര്യന്മാർ പറയുന്നുണ്ട്. കൃഷ്ണാജിനി ജ്ഞാനസിദ്ധി എന്ന് തുടങ്ങുന്ന പ്രമാണപ്രകാരം കൃഷ്ണമൃഗത്തിൻ്റെ തോലിലിരുന്ന് ജപിച്ചാൽ ജ്ഞാനസിദ്ധി ലഭിക്കും. പുലിത്തോലിലാണെങ്കിൽ മോക്ഷവും പട്ടിലാണെങ്കിൽ സംതൃപ്തിയും, ആട്ടിൻതോലിൽ ഇരുന്ന് ജപിച്ചാൽ രോഗശാന്തിയും, കമ്പിളിയിൽ ദുഃഖനാശവും, ചൂരൽ സാമാനത്തിൽ ശാന്തിയും ഉണ്ടാകുമെന്ന് പറയുന്നു. മുള കൊണ്ട് ഉണ്ടാക്കിയ ആസനത്തിലാണ് ഇരിക്കുന്നത് എങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകുമെത്രേ. കല്ലിലാണെങ്കിൽ വ്യാധിയും വെറും നിലവും ദുഃഖവുമാണത്രേ പ്രദാനം ചെയ്യുക. പുൽപ്പായി ഇരുന്ന് ജപിക്കുന്നത് യശസ്സിനെ നശിപ്പിക്കുന്നു അത്രേ. തളർമത്തെയാണെങ്കിൽ ഉന്മാദവും ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ജപത്തിലും വളരെയധികം ശ്രദ്ധ വേണ്ടതായുണ്ട്. ഓരോ അക്ഷരവും തെറ്റാതെ സ്ഫുടമായി തന്നെ ജപിക്കണം. കണക്ക് വെക്കാതെ മന്ത്രം ജപിക്കരുതെന്ന് നിർദ്ദേശിക്കുന്ന ആചാര്യന്മാർ ഇന്ന രീതിയിലേ കണക്ക് പിടിക്കാവൂ എന്നും കൂടി നിഷ്കർഷിക്കുന്നുണ്ട്. കൈവിരലുകളുടെ സന്ധികളിൽ, യോനികളിൽ തള്ളവിരലിൻ്റെ അറ്റം തൊട്ടിട്ടാണ് കണക്ക് പിടിക്കേണ്ടത്. കൈവിരൽ സന്ധികളിൽ എന്ന പോലെ തന്നെ ജപമാല കൊണ്ടും മന്ത്രസംഖ്യ കണക്കാക്കാം. ജപമാലയ്ക്ക് അതിനാൽ തന്നെ അക്ഷമാല എന്നും പേരുണ്ട്. ജപമാലയിലെ മണികൾ സമരൂപങ്ങളായിരിക്കണമെന്നും ഓരോ മണിയും കേടോ ഉടവോ പുഴുക്കുത്തോ ഒന്നും തന്നെ ഉള്ളതാവരുത് എന്നും തന്ത്രാന്തരം പറയുന്നു. മാല ജപിക്കേണ്ടതിനും ക്രമമുണ്ട്. മധ്യമായാം ന്യസേന്മാലാം എന്ന പ്രമാണപ്രകാരം നടുവിരലിൽ മാല ചേർത്ത് തള്ളവിരൽ കൊണ്ട് ഓരോരോ മണികളായി ജപത്തിനനുസരിച്ച് നീക്കുന്നതാണ് ഭോഗമോക്ഷപ്രദദായകം എന്ന് പറയുന്നു. വിരലുകൾ മാറുന്നതിനനുസരിച്ച് ജപത്തിന്റെ ഫലത്തിനും മാറ്റം വരുമെന്നാണ് പറയുന്നത്. ശാന്തി വശ്യാദി കർമ്മങ്ങളിൽ ഇന്നിന്ന വിരലുകൾ ഉപയോഗിക്കണമെന്ന് ശൈവാഗമം ഉപദേശിക്കുന്നുണ്ട്. അങ്കുഷ്ടാനാമികാഭ്യാന്തു കാര്യാദുത്തമ കർമ്മണി എന്ന് തുടങ്ങുന്ന ശ്ലോകപ്രകാരം ഉത്തമ കാര്യങ്ങളിൽ ജപമാല മോതിരവിരലും തള്ളവിരലും ചേർത്തും ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുക. ഉച്ചാടന കർമ്മങ്ങളാണെങ്കിൽ ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്തും, മാരണാദി കർമ്മങ്ങളിൽ ചെറുവിരലും തള്ളവിരലും ചേർത്തും ജപിക്കണം എന്നാണ് വിധി. അതുപോലെ തന്നെ ജപിക്കുമ്പോൾ മണികളെ നീക്കുന്ന കൈ രാവിലെ സമയമാണെങ്കിൽ വയറിനോട് ചേർത്തും,
ഉച്ചയ്ക്ക് മാറോടണച്ചും വൈകുന്നേരം കണ്ണുകളോട് അടുപ്പിച്ചും പിടിച്ചുകൊള്ളണമെന്നും വിധിയുണ്ട്. ഓരോരോ മന്ത്രത്തിനും ഋഷിയും ഛന്ദസ്സും ദേവതയുമെല്ലാം തന്നെയുണ്ട്. മന്ത്രദ്രഷ്ടാവോ മഹേശ്വരനിൽ നിന്നും മന്ത്രം ഗ്രഹിച്ച് അതിനുള്ള പൂർണ്ണ സാധന കഴിച്ച സിദ്ധനോ ആണത്രേ അതാതു മന്ത്രത്തിന്റെ ഋഷി. ഋഷി എന്ന ശബ്ദത്തിന്റെ അർത്ഥം ജ്ഞാനത്തിന്റെ, അതായത് അറിവിന്റെ മറുകര കണ്ടവൻ എന്നാണ്. പരമാത്മാവിന്റെ സ്വരൂപം പ്രാപിച്ചവൻ എന്നും അർത്ഥമുണ്ട്. ഛന്ദസ് ശബ്ദത്തിന് ഇച്ഛാദാനങ്ങളുടെ രൂപമെന്നാണ് ധാത്വർത്ഥം. ഛന്ദോരൂപമാണ് പ്രപഞ്ചം മുഴുവനും എന്ന് പിംഗളശാസ്ത്രം സിദ്ധാന്തിക്കുന്നു. ആത്മാവിനെ ദേവഭാവത്തെ പ്രദാനം ചെയ്യുന്നത് എന്നാണത്രേ ദേവതാ ശബ്ദത്തിന്റെ അർത്ഥം. ബ്രഹ്മാവ്, സരസ്വതി, മഹാവിഷ്ണു, മഹാലക്ഷ്മി, ശിവൻ, പാർവതി, സർവേശ്വരൻ ഇങ്ങനെ ദേവതാഭേദമനുസരിച്ച് സപ്തവർഗമുണ്ടെന്ന് പത്മപാദാചാര്യർ പറയുന്നു. ഒന്ന് എന്നതിൽ നിന്നും അസംഖ്യം ഉണ്ടായി വന്നു എന്ന് വെച്ചാൽ അസംഖ്യം മന്ത്രങ്ങൾ എന്ന പോലെ അസംഖ്യം ദേവതകളും ഉണ്ടായി എന്നർത്ഥം. ഓരോ ആത്മാവിനും ഉണ്ട് ഓരോ ഇഷ്ടദേവത. അത് ജാതകത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. യഥാർത്ഥ സിദ്ധന്മാർക്ക് ഓരോ വ്യക്തിയുടെയും ഇഷ്ടദേവതയെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. എല്ലാ മനുഷ്യരും ദേവതകളാണെന്നും ഓരോ മനുഷ്യരും ദേവതാഭാവേന സ്വന്തം ആത്മാവിനെ തന്നെയാണ് ഉപാസിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായുണ്ട്. ഓരോ വസ്തുവും ചില ശക്തികളുടെ സമാഹാരങ്ങളാകയാൽ അതിന് മറ്റുള്ളവയിൽ നിന്നും വേർതിരിക്കപ്പെടുമാറുള്ള സ്പന്ദന വൈശിഷ്ട്യമുണ്ട്. ഈ സ്പന്ദനമാണ് അതിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ വാസ്തവമായ പേര്. ഒരു വസ്തുവിൻ്റെ വാസ്തവനാമം ഉച്ചരിക്കുമ്പോൾ അതിൽ നിന്നും, അതായത് ആ വസ്തുവിൽ നിന്നും പ്രതിസ്പന്ദനം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ്റെ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ തന്നെ വാസ്തവനാമമായ പ്രണവം ഉച്ചരിച്ചാൽ തീർച്ചയായും ഈശ്വരനിൽ നിന്ന് പ്രതിസ്പന്ദനം ഉണ്ടാകാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാറൽ പിയേഴ്സൺ പറയുന്നത്, മനുഷ്യഹൃദയത്തിൽ പ്രപഞ്ച സ്വരൂപത്തെ ഏറ്റവും സംക്ഷിപ്തമായ വിധം ഉൾക്കൊള്ളിക്കാൻ പറ്റിയ മാർഗത്തെ കൈവരുത്തുന്നതിന് സഹിച്ചുകൂടാത്ത ഒരു ആഗ്രഹം നിലകൊള്ളുന്നുണ്ട്. ആ ആഗ്രഹമാണ് പ്രപഞ്ചനാമമായ ഈശ്വരനാമമായ പ്രണവം. അതിനാലാണ് ഓംകാര ഏവേദം സർവം എന്ന് ചാന്തോഗ്യവും ഓമിതി ബ്രഹ്മ ഓമിതീതം സർവം എന്ന് തൈത്തിരീയവുമെല്ലാം തന്നെ പ്രണവത്തെ കീർത്തിക്കുന്നത്. പ്രണവത്തിന് 12 മാത്രാഭേദങ്ങളുണ്ട്. അവയ്ക്ക് ധ്യാന ബിന്ദുപനിഷത്ത് വെവ്വേറെ നാമം കൊടുക്കുകയും അത് ഓരോന്നും ജപിച്ചാലുള്ള അല്ലെങ്കിൽ അത് ഓരോന്നും ഉച്ചാരണം ചെയ്തുകൊണ്ടുള്ളതായിരിക്കുന്ന ഫലത്തെയും വിവരിക്കുന്നുണ്ട്. പ്രണവത്തിലെ ഇത്തരം നിഗൂഢതകളെ മുൻനിർത്തിയാണ് 4 പദങ്ങളോടും 8 അംഗങ്ങളോടും 5 ദേവതകളോടും കൂടി പ്രണവത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്ത മനുഷ്യൻ ഒരിക്കലും ബ്രാഹ്മണനല്ല എന്ന് ധ്യാന ബിന്ദുപനിഷത്ത് സിദ്ധാന്തിക്കുന്നത്. പ്രണവത്തെക്കുറിച്ച് കൂടുതലായുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വാരത്തിലൂടെ മനസ്സിലാക്കാം.